السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്തൊആമു സ്വഹി എന്ന് പറയുന്ന മൻലൂമയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ കവിത എഴുതിയിട്ടുള്ള കവിയായിട്ടുള്ള അബ്ദുള്ള അൻ-നഫ്ഇയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചർ അതിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കാം. നോക്കൂ, നഖ്താറുൽ അബിയാത്തിൽ മുനാസിബ ലിൽ ജുമലിൽ ആതിയ മിനൽ മൻലൂമി. നഖ്താറു അൽ അബിയാത്തിൽ മുനാസിബ, യോജിച്ച വരികൾ തിരഞ്ഞെടുക്കുവാനാണ്. ലിൽ ജുമലിൽ ആതിയ മിനൽ മൻലൂമി, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളോട് യോജിച്ച് വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുക്കുവാനാണ് കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ളത് കുറച്ച് ആശയങ്ങളാണ്. ആ ആശയത്തിനോട് യോജിച്ച് വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. മുഹാഫദത്തു തവാസുനി ഫി തനാവുൽ ആലിയത്തി മുഫീദത്തുൻ ജിദ്ദൻ എന്നാണ് അല്ലേ. മുഹാഫലത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. തവാസുൻ എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യുക എന്നാണ് കേട്ടോ. ഫി തനാവുൽ ആലിയത്തി, ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിതത്വം അല്ലെ, അതിലൊരു ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മുഫീദത്തുൻ ജിദ്ദൻ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ്. ഈ സെൻറ്റൻസിനോട് യോജിച്ച് വരുന്ന വരി കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏതായിരുന്നു കവിതയിൽ വരുന്ന വരി എന്ന് പറയുന്നത്? നോക്കൂ, ഇവിടെ 6ാമത്തെ വരിയാണ് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്നത് കേട്ടോ. ലാക്കിൻ മിനൽ മുഫീദി, പക്ഷേ ഉപകാരപ്രദമായിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അൽ അക്ലു ബിൻ തിലോമി, ഒരു വ്യവസ്ഥയോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ആ ഒരു വരിയാണ് എഴുതി കൊടുക്കേണ്ടത്, ലാക്കിൻ മിനൽ മുഫീദി അൽ അക്ലു ബിൽ തിലോമി എന്നുള്ളത്. ഇനി രണ്ടാമത്തെ നോക്കൂ. അത്തൊആമു ദറൂരിയുനിൽ ഹയാത്തിൽ ഇൻസാനി വബഖാഇഹി, മനുഷ്യന് അത്തൊആമു ഭക്ഷണം എന്ന് പറയുന്നത് ലൊറൂരിയുൻ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ലി ഹയാത്തിൽ ഇൻസാനി, മനുഷ്യൻ്റെ ജീവിതത്തിനും വബഖാഇഹി അവൻ്റെ നിലനിൽപ്പിനും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത് എന്നാണ്. ഏതാണ് ഈ ആശയത്തിനോട് യോജിച്ച് വരുന്ന വരി കവിതയിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഇതിലെ 2ാമത്തെ വരിയാണ് കേട്ടോ. തഖ്വ ബിഹിൽ അജ്സാമു തഹ്യ അലൽ അയ്യാമി. കണ്ടില്ലേ, ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരം ശക്തിയുള്ളതായി തീരുകയും നമുക്ക് ദിവസങ്ങളോളം ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതാണ് അവിടെ നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്. തഖ്വ ബിഹിൽ അജ്സാമു തഹ്യ അലൽ അയ്യാം എന്നുള്ളതാണ്. ഇനി 3ാമത്തെ നോക്കൂ. അൻവാഉ ത്വആമി വശറാബി നാഫിഅത്തുൻ ജിദ്ദൻ, അതായത് വിവിധതരം ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ വിവിധതരം പാനീയങ്ങൾ, അതാണ് ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും ഇനങ്ങൾ എന്ന് പറയുന്നത്. നാഫിഅത്തുൻ ജിദ്ദൻ, വളരെ ഉപകാരപ്രദമാണ് എന്നാണ്. ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്ന വരി കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുവാനാണ്. ഏതായിരിക്കും ആ വരി വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഇവിടെ 3ാമത്തെ വരിയാണ്, അതായത് അൻവാഉഹു അദീദത്തുൻ വകുല്ലുഹാ മുഫീദത്തുൻ, അതിൻ്റെ ഇനങ്ങളെല്ലാം തന്നെ ധാരാളമുണ്ട് എന്നാണ് അല്ലേ. അതുപോലെ തന്നെ അവയെല്ലാം തന്നെ ഉപകാരപ്രദമാണ് എന്നുള്ള ആ ഒരു വരിയാണ് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്നത്. 3ാമത്തെ വരിയാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അൻവാഉഹു അദീദത്തുൻ വകുല്ലുഹാ മുഫീദത്തുൻ. മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ നോക്കൂ. അത്തൊആമു യുഖവ്വി അൽ അജ്സാദ വയുനശ്ശിതുഹാ, ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ബലം നൽകുകയും അതുപോലെ തന്നെ അതിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ 2ാമത്തെ വരി തന്നെയാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. തഖ്വ ബിഹിൽ അജ്സാമ തഹ്യ അലൽ അയ്യാം അല്ലേ. അതെന്താണ്, നമ്മുടെ ശരീരത്തിന് ശക്തി നൽകുകയും ദിവസങ്ങളോളം നമ്മൾ ജീവൻ നൽകുകയും അല്ലെങ്കിൽ ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു 2ാമത്തെ ലൈൻ തന്നെയാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലാണ് ഇതിന് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കൂ. നുക്കിമിലുൽ മൻലൂമ, അവിടെ കൊടുത്തിട്ടുള്ളതായ ഒരു കവിത പൂർത്തിയാക്കുവാനാണ്. അതാണ് അവിടെ വന്നിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നുക്കിമിലു, നമുക്ക് പൂർത്തിയാക്കാം. അൽ മൻലൂമ, അവിടെ കൊടുത്തിട്ടുള്ള ഒരു മൻലൂമ ഉണ്ടല്ലോ, അത് പൂർത്തിയാക്കാം എന്നാണ്. നോക്കൂ. ഇദാ ഈ സലീമുൻ വഖൈറുഹു അലീമുൻ സ്വബാഹൻ ഡേഷ് ലി ജിസ്മി ലൊറൂരിയുൻ
വലുഹുറൻ ഇദാഇ ഡാഷ് ഡാഷ് വറുസുൻ ഫവാക്കിഹു ഷഹിയത്തുൻ വ അസ്മാക്കുൻ തൊരിയത്തുൻ എന്നാണ്. അപ്പം ആ ഒരു കവിതയ്ക്ക് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കൂ. ഖുലറുൻ, ഖുലറുൻ എന്ന് പറഞ്ഞാൽ എന്താ, പച്ചക്കറികൾ അല്ലേ. വലഹ്മുൻ വ ഖുർബുസുൻ, അതുപോലെ തന്നെ ഇറച്ചിയും റൊട്ടിയും. അസാസുനമായി, എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനമാകുന്നു. ഫതൂരി, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബോക്സിൽ. ആ ബോക്സിലായി കൊടുത്ത പദങ്ങൾ അതാണ് കേട്ടോ. അപ്പം ഇനി നമുക്കത് വെച്ചിട്ട് ഒരു മനലോമ് പൂർത്തിയാക്കി നോക്കാം. നോക്കൂ, ഇതാ ഈ സലീമുൻ, എൻ്റെ ഭക്ഷണം എന്താണ്, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ്. വ ഖൈറുഹു, അതിൻ്റെ നന്മ, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അലീമുൻ, വലിയതാണ്, മഹത്വമാണ് എന്നാണ്. സ്വബാഹൻ, രാവിലെ ഡേഷ് എന്നാണ്. രാവിലെ എന്താണ് നമ്മൾ കഴിക്കാറുള്ളത്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏതാണ് ഇവിടെ ബോക്സിൽ കൊടുത്ത പദം എന്ന് നോക്കൂ, ഫതൂരി എന്നാണ്. അപ്പോൾ സ്വബാഹൻ ഫതൂരി എന്നാണ് അവിടെ എഴുതേണ്ടത്. ലി ജിസ്മി ലൊറൂരിയുൻ, അതെൻ്റെ ശരീരത്തിന് അനിവാര്യമാണ്. ഇനി ബാക്കി നോക്കൂ. വലുഹുറൻ ഇദാഇ, ഉച്ചയ്ക്ക് എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് ഏതായിരിക്കും വരുന്നത്, അസാസുനമായി എന്നാണ് കേട്ടോ. അതാണ് എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എഴുതേണ്ടത് അസാസു നമായി എന്നാണ്. പിന്നെ ഏതായിരിക്കും വരുന്നത്, ഖുലുറുൻ വറുസുൻ അല്ലേ, പച്ചക്കറികളും അതുപോലെ തന്നെ ചോറ് അല്ലെങ്കിൽ അരിഭക്ഷണം അത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലഹ്മുൻ വഖുബുസുൻ, ഇറച്ചിയും റൊട്ടിയും. അതുപോലെ തന്നെ ഫവാക്കിഹുൻ ഷഹിയത്തുൻ, രുചിയുള്ളതായ പഴങ്ങളും. വ അസ്മാക്കുൻ തൊരിയത്തുൻ, നല്ല മാംസവും. ഇതാണ് എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നുമാരിസുൽ ഖത്തോ, അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതി പരിശീലിക്കുവാനാണ് കേട്ടോ, എഴുത്തു പരിശീലിക്കുവാനാണ്. അൽമാലുലക വലാകിന്നൽ മവാരിദുലിൽ ജമീഇ, അല്ലേ, സമ്പത്ത് നിനക്കുള്ളതാണ്, നിൻ്റേതാണ്, പക്ഷേ ഭക്ഷണം, വിഭവങ്ങൾ അത് മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് എന്നുള്ള സെൻറ്റൻസാണ് അവിടെ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത്. അടുത്തത് എന്താണെന്ന് നോക്കൂ. നമ്മുടെ കവിതയിൽ നിന്നുള്ള വരിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തഖവ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാമി എന്നുള്ള വരി. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ അവിടെ എഴുതി നോക്കുക. അതിലൂടെയാണ് നിങ്ങളുടെ എഴുത്തൊക്കെ വികസിക്കുകയുള്ളൂ, അതൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായിട്ട് നമുക്കവിടെ അൽ മുഫ്രദു വൽ ജംഉ, കുറച്ച് പദങ്ങളുടെ ഏകവചനവും അവയുടെ ബഹുവചനവും അതിൻ്റെ ജംഉം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒന്നാമത് ജുദുർ എന്നാണ്. ജുദുർ എന്നതിൻ്റെ ജംഉ ജുദൂറിൻ എന്നാണ് വരുന്നത്. ജുദുർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം, വേര് അല്ല, റൂട്ട് എന്നാണ്. അതിൻ്റെ ജംഉ വരുന്നത് ജുദൂറിൻ എന്നാണ് കേട്ടോ. അൽഫുൻ എന്ന് പറഞ്ഞാൽ 1000 ആണ്, 1000. അതിൻ്റെ ജംഉ വരുന്നത് ആലാഫിൻ്റെ എന്നാണ്. കൗന് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നാണ് അല്ലേ. കൗനിൻ എന്നതിൻ്റെ ജംഉ അക്വാരിൻ എന്നാണ് വരുന്നത്. തിഫ്ലിൻ എന്നതിൻ്റെ ജംഉ അത്തുഫാലിൻ എന്നാണ് വരുന്നത്. തിഫ്ലിൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. ബലദിൻ ജംഉ ബിലാദ്, ബലദ് നാട് അല്ലേ, അതിൻ്റെ ജംഉ വരുന്നത് ബിലാദ് എന്നാണ് കേട്ടോ. സ്വൈർ ചെറുത് എന്നാണ്, അതിൻ്റെ ജംഉ ആണ് സ്വിആർ എന്ന് പറയുന്നത്. സ്വദീഖുൻ ജംഉ അസ്തിഖാ എന്നാണ്. സ്വദീഖ് കൂട്ടുകാരൻ, അസ്തിഖാ കൂട്ടുകാരെന്നാണ്. അപ്പോൾ ഈ ജംഉകളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുകയാണ് വേണ്ടത്. ഇനി അതിന് താഴെ ആയിക്കൊണ്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ളതായ മോജമുൽ മുഫ്രദാത്താണ്, പദ ഡിക്ഷണറി അല്ലേ, പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാത്ത പദങ്ങളൊക്കെ നോക്കിയിട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പദങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നല്ല നല്ല സെൻറ്റൻസുകളൊക്കെ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി നമ്മുടെ 6ാമത്തെ യൂണിറ്റ് മുഴുവൻ പൂർത്തിയാവുകയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ എടുത്ത് കഴിഞ്ഞു അല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയോടനുബന്ധിച്ച് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടീച്ചർ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ചാനലിൽ കയറിയിട്ട് ആ വീഡിയോകളൊക്കെ കാണണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.